കൊല്ലത്തൊരു പേഴ്സണൽ എമർജൻസി ഉണ്ട് സാർ. അർജൻറ്റാണ്. 2 ദിവസത്തെ ലീവ് വേണം. ഇപ്പോൾ പുറപ്പെട്ട് മറ്റന്നാൾ ഉച്ചയ്ക്ക് മുമ്പ് തിരിച്ചെത്തിക്കോളാം. നാണാവുന്നില്ലടോ. 2.5 കൊല്ലത്തെ ലീവ് കഴിഞ്ഞ് തിരിച്ചു കയറിയിട്ട് 2 ആഴ്ച തികഞ്ഞിട്ടില്ല. അടുത്ത ഒരു വർഷത്തേക്ക് അത് എന്ത് കാര്യത്തിനായാലും ലീവ് എന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്. തന്നെപ്പറ്റി ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് കേട്ടിരുന്നു. നൗ ഗെറ്റ് ബാക്ക് ടു ഡ്യൂട്ടി. സാർ. പിന്നെ തന്നെ ഞാൻ വിളിക്കാനിരിക്കായിരുന്നു. തന്നെപ്പറ്റി വനിതാ കമ്മീഷനിൽ നിന്നൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടല്ലോ, പരാതിക്കാരിയോട് അപമര്യാദയായിട്ട് പെരുമാറിയെന്ന്. തനിക്കെന്താ ആ കേസ് എടുക്കാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല സാർ, ഒരു ഫോൺ നമ്പർ ട്രേസ് ചെയ്യാണ്. അത് കിട്ടിയാൽ ഇന്ന് ടൗൺ ഹാളിൽ കമ്മീഷൻ്റെ സിറ്റിംഗ് ഉണ്ട്. അവിടെ ചെന്ന് എക്സ്പ്ലനേഷൻ കൊടുക്കണം. മനസ്സിലായോ? സാർ. വരൂ. ഈ സ്ത്രീയെ നിങ്ങൾ എടീന്ന് വിളിച്ചോ? വിളിച്ചു. Then please apologize to her. മാഡം, പരാതി കിട്ടിയ അന്ന് മുതൽ ഇവർ പറഞ്ഞ വിവരങ്ങൾ വെച്ച് ഞങ്ങൾ അന്വേഷിച്ചു തുടങ്ങി. തൃശ്ശൂർ KSEBയിൽ ദീപക് മേനോൻ എന്നൊരാളില്ല. ഇവർ പറഞ്ഞ ഫോൺ നമ്പർ കൊല്ലത്തുള്ള റോണിയുടേതാണ്. അയാളുടെ വെയർബൌട്ട്സ് ഇന്നാണ് കിട്ടിയത്. ഇന്ന് തന്നെ കൊല്ലം ക്രൈം സ്ക്വാഡിന് മെസ്സേജ് കൊടുക്കും. പക്ഷേ കേസിൻ്റെ ഗൗരവം കണക്കിലെടുത്ത് ഞാനും എൻ്റെ സബോർഡിനേറ്റ്സും കൊല്ലത്തേക്ക് പുറപ്പെടുകയാണ് ഇപ്പോൾ തന്നെ. അത് ഒഫീഷ്യൽ കാര്യം ആൻഡ് വി റിയലി അപ്രീഷിയേറ്റ് ഇറ്റ്. പക്ഷേ ഇവിടെ അതല്ല മാറ്റർ. സോറി. ഹലോ. ഓക്കെ, ഇൻഫർമേഷൻ കറക്റ്റാണല്ലോ അല്ലേ? ശരി, അവിടെ എത്തിയിട്ട് എന്തെങ്കിലും ആവശ്യം വന്നാൽ ഞാൻ വിളിക്കാം. ഓക്കെ സാറേ, അവനിപ്പോൾ വർക്കലയിലാണ്. കടപ്പുറത്ത് എന്തോ പണിയായി. ലോക്കലായിട്ട് അന്വേഷിച്ച് പറഞ്ഞു. എനിക്കിവിടെ ഒരു കാര്യമുണ്ട്. നിങ്ങൾ ആളെ ലൊക്കേറ്റ് ചെയ്ത് ഞാൻ എത്തിക്കണം സാർ. ഈ അഡ്രസ്സിലോട്ട് പോകും. ശരി സാർ. ചന്ദ്രൻപിള്ള. അതെ, ആ പേരെൻ്റേതാ, അഡ്രസ്സ് എൻ്റേതാ. ഇവിടുത്തെ സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്തിരുന്ന കേസുകളും എൻ്റെ പേരിലുള്ളതാ. പക്ഷെ അതിൽ പറഞ്ഞിട്ടുള്ളതൊക്കെ ചെയ്തയാളും നിങ്ങളിപ്പോൾ തിരയുന്ന ആളും ഞാനല്ല. ആരോ എൻ്റെ ഐഡൻറ്റിറ്റി ഉപയോഗിച്ചു, എൻ്റെ പേരുപയോഗിച്ചു, എന്നെ ഉപയോഗിച്ചു. നേവിയിൽ നിന്ന് റിട്ടയർ ചെയ്ത് തരക്കേടില്ലാത്ത ഒരു കമ്പനിയിൽ സൂപ്പർവൈസറായിരുന്ന എൻ്റെ പേരിലുള്ള കുറ്റങ്ങൾ എന്തൊക്കെയെന്നറിയോ? കൊലപാതക ശ്രമം, ഹവാല, വിസ തട്ടിപ്പ്, വാഹനമോഷണം, മന്ത്രവാദം. 1.5 വർഷമായിട്ട് ഒരു ജീവിതമില്ല. സ്റ്റേഷനിലും കോടതിയിലും കയറിയിറങ്ങി, റിമൈൻഡിൽ കിടന്നു, പണി പോയി. കേസ് നടത്തി, ഞാൻ എന്നെ തന്നെ തെളിയിച്ചു. പക്ഷെ കോടതിയെ ബോധ്യപ്പെടുത്തിയതുപോലെ ആളുകളെ ബോധ്യപ്പെടുത്താൻ പറ്റിയില്ല. പറ്റിക്കപ്പെട്ടവർ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ ചന്ദ്രൻപിള്ളയെ തിരക്കി വന്നു. ചിലവരെന്നെ കണ്ടപ്പോൾ വിശ്വസിച്ചു, ചിലവർ എന്നിട്ടും വിശ്വസിച്ചില്ല. നാട്ടുകാരടുപ്പിക്കില്ല ഇപ്പോഴും എന്നെയും എൻ്റെ കുടുംബത്തെയും. ഇതെൻ്റെ അവസാനത്തെ കച്ചിത്തുരുമ്പാ. സെക്യൂരിറ്റി പണിയാ. പിള്ളേരുടെ ഫീസ് കൊടുക്കണമല്ലോ, ആഹാരം കഴിക്കണമല്ലോ. ഇത് നശിപ്പിക്കണോ? നശിപ്പിച്ചോ. ഇനിയും കേസുകൾ തലയിൽ കെട്ടിവെക്കണോ? വച്ചോ.
കിട്ടി സർ. ഇതാണോ ചന്ദ്രൻപിള്ള എന്ന് മുജീബിനോട് ചോദിക്കണം. പറ്റുമെങ്കിൽ ഇപ്പം തന്നെ. ഞാനിവിടെ ഒരു ശവദാഹത്തിന് വന്നതാണ്. നമ്മുടെ മാരാർ ചേട്ടൻ മരിച്ചു ഇന്നലെ രാത്രി. അറ്റാക്കായിരുന്നു. അയാൾ രക്ഷപ്പെട്ടു അല്ലേ? മഹേഷ്, all the best. അന്വേഷിച്ചു വന്നവരിൽ ഇയാളുണ്ടായിരുന്നു. ഇതാ ഓട്ടോക്കാരൻ കൊന്ന ആളല്ലേ? ഇവിടെ വന്നിട്ടുണ്ട്. ഇവിടെ അടുത്ത് ഏതോ വീട് അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞാൽ കയറിയത്. വെള്ളം വേണമെന്ന് പറഞ്ഞു. എന്നെപ്പറ്റി കുറേ ചോദിച്ചു. പിന്നെ പോവുകയും ചെയ്തു. 5-6 ദിവസം കഴിഞ്ഞപ്പോഴാണ് ആൾ മരിച്ച വിവരം പത്രത്തിൽ കണ്ടത്. അതാ ഞാൻ ഓർത്തിരിക്കാൻ കാര്യം. സർ, ഇതവിടെ. നിനക്ക് പെണ്ണുങ്ങൾ വിളിച്ച് കാശായിട്ടുള്ള പണി അല്ലടാ? സാർ ഇത് എൻ്റെ ഫോണിൽ നിന്ന് പോയ വിളിയല്ല സാറേ. പിന്നെ സിം എങ്ങനെടാ നിന്റെ പേരിലായത്? സെക്രട്ടേറിയറ്റ് ജോലിയുള്ള റജി സക്കറിയ സാർ എടുത്ത നമ്പറാണ്. എന്നെ കടലിൽ ഡൈവറായിട്ട് ജോലിക്ക് എടുക്കാൻ വേണ്ടി വിദേശത്തോട്ടൊക്കെ കുറേ കോൾ ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ഞാനെടുത്ത് കൊടുത്തതാ. അന്വേഷിച്ചാൽ അറിയാം സാറേ. റജി സക്കറിയ, സെക്രട്ടേറിയറ്റിലെ ടൂറിസം വകുപ്പിൽ. സാറിവിടെ നേരിട്ട് വന്ന് റിക്രൂട്ടിങ് നടത്തിയതാണ്. ഇനി മുമ്പോട്ട് പോകാൻ ഒരു വഴിയില്ല. ഡെഡ് എൻഡ്. 10:45 വെഡിങ്. മാളു തന്നെ ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ നന്നായി. ചേട്ടനും ചേച്ചിയും കാണാതെ അവൾക്ക് കൊടുക്കണം. ഇവിടെ ഇപ്പോൾ ഈ കേസ് എന്തായാലും വൈകിട്ട് ഞാൻ കാസർഗോഡേക്ക് മുടങ്ങും. പിന്നെ എല്ലാം പഴയതുപോലെ. പോയി തൊലയാട്ടെ മുരളി, തൊലഞ്ഞ് തീരട്ടെ. രജിസ്റ്റർ നോക്കി സാർ. രജി സക്കർ ഇവിടെ ഉണ്ട്. അവൻ പറഞ്ഞ പോലെ ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തന്നെ. രജി സക്കർ ഇവിടെ. ഓക്കെ. രജി സക്രിയ, സ്റ്റേഷനിൽ നിന്നല്ലേ? ഉച്ച കഴിഞ്ഞേ ആൾ വരുമെന്നാ SI സാറ് പറഞ്ഞത്. സാറിരിക്കും. ആശുപത്രി വെച്ച് മൊഴിയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഇങ്ങനെ മതിയോന്നറിയില്ല. ഞാനൊന്ന് വായിക്കാം. സാറ് നോക്ക്. എൻ്റെ പേര് രജി സക്കറിയ. സെക്രട്ടേറിയറ്റിൽ അപ്പർ ഡിവിഷൻ ക്ലർക്കായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ ഏതാനും ആഴ്ചകളായി എൻ്റെ പേരും തസ്തികയും ഉപയോഗിച്ച് ഞാനറിയാതെ ആരോ ഒരാൾ തൊഴിൽ തട്ടിപ്പ് നടത്തുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു. അങ്ങനെ പണം നഷ്ടപ്പെട്ട 2 പേർ കഴിഞ്ഞ 3 ആഴ്ചക്കിടയിൽ സെക്രട്ടേറിയറ്റിൽ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഞാനിതറിഞ്ഞത്. അങ്ങനെ വന്ന ഒരാളുടെ പക്കൽ നിന്ന് ഫോൺ നമ്പർ സംഘടിപ്പിച്ച് ഒരു തൊഴിലാവശ്യത്തിനാണെന്ന് പറഞ്ഞ് ഞാൻ വിളിച്ചപ്പോൾ 25,000 രൂപയുമായി പാമ്പൻ തുരുത്തിലെത്തണമെന്നും പിൻവാതിൽ നിയമനമായതിനാൽ സംഗതി രഹസ്യമായിരിക്കണമെന്നും അയാൾ പറഞ്ഞു. അതിന് പ്രകാരം ഞാൻ തുരുത്തിലേക്ക് പുറപ്പെട്ടു. സാറേ, ഇതാ വീട് കണ്ടോ? ആ പുതിയ റൈറ്റ് സൈഡിൽ വീട്. ആ ഇത് നോക്കി സാറേ.
ആ ജാൻസിക്ക് അവനെ വെച്ചെടുത്ത് ഫോട്ടോയാ. അപ്പോൾ ആളെടുത്ത് തന്നെ ഉണ്ട്. വേറെ ആരെയും അറിയിക്കാതെ ഒറ്റയ്ക്കൊരു തോണിയിലാണ് ഞാൻ വന്നത്. എളിയിലൊരു കത്തിയും കരുതിയിരുന്നു, ഒരാവശ്യം വന്നാലോ എന്ന് വിചാരിച്ചു. അവൻ ആരാന്നും എന്തിനാ എൻ്റെ പേര് ഉപയോഗിക്കുന്നതെന്നും എനിക്കറിയണമായിരുന്നു. അരമണിക്കൂറോളം ഞാൻ ദാ ഇവിടെ കാത്തു നിന്നു. പിന്നെ അവൻ വന്നു. വന്നതല്ല, ഇവിടെ എവിടെയോ ഒളിച്ചു നിന്നെടുത്തുനിന്ന് പുറത്തു വന്നു. അത്രയും നേരം അവൻ എന്നെ വാച്ച് ചെയ്ത് നിൽക്കുകയായിരുന്നു. ഞാൻ ആരാന്നും എന്തിനാ വന്നിരിക്കുന്നതെന്നും അവന് പിടികിട്ടി. ആരാടാ നീ എന്ന് ഞാൻ ചോദിച്ചതും അവനൊരു മുളക് പൊടി സ്പ്രേ എടുത്ത് എൻ്റെ മുഖത്തടിച്ചു. കണ്ണു തുറക്കാൻ പറ്റാതെ ഞാൻ ഇവിടെ വീണ് കിടന്ന് ഉരുണ്ടു. ഒരു ഇരുമ്പ് വടിയോ മറ്റോ കൊണ്ട് അവൻ എൻ്റെ തലക്കടിച്ചു 2-3 പ്രാവശ്യം. അപ്പോഴേക്കും എൻ്റെ ബോധം പോയി. ഇതാ ഇപ്പോഴും കിടപ്പുണ്ട് ചോരയുടെ കറ. കണ്ണു തുറക്കുമ്പോൾ ഞാനിവിടെ ഈ ചെളിക്കടിയില്ല. ചത്തെന്ന് വിചാരിച്ചിട്ട് ചവിട്ടി താഴ്ത്തിയിട്ട് പോയതാ. കക്ക വാരാൻ വന്ന കുറേ പെണ്ണുങ്ങളാ എന്നെ കണ്ട് ആളെ കൂട്ടിയത്. അതുകൊണ്ട് രക്ഷപ്പെട്ടു. ബുദ്ധിമാനാ സാറേ, ഒരു നാറ്റുമില്ല ഇവിടെ. സാറ് വാ. അവൻ കൊന്നിട്ടിട്ട് പോയതാ. ശവത്തിൻ്റെ മണം വന്നാൽ ഇതാണെന്ന് വിചാരിച്ചോളും കായലിൽ കൂടെ പോകുന്നവർ. അവനെ കണ്ടാൽ എങ്ങനെ ഇരിക്കും? നല്ല വെളുത്ത് ഹൈറ്റും ഒത്ത ശരീരമായിട്ട്. കയ്യിലിവിടെ വെട്ടുകണ്ടുപോലെ ഒരു നീണ്ട പാട്. ഒരു 6 അടിക്ക് മുകളിലുണ്ട്. നല്ല നിറവും നല്ല ആരോഗ്യവും കട്ടിപ്പുരുകൊക്കെ ആയിട്ട്. പിന്നെ പറയാനാണെങ്കിൽ ഇടത്തെ കൈത്തണ്ടയിൽ ഇങ്ങനെ ചിച്ചിട്ട പോലെ ഒരു പാടും. എന്തോ ആക്സിഡന്റ് പറ്റിയെന്നാ പറഞ്ഞത്.